Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്ലീഹാകാലത്തിലെ 6-ാം ഞായറാഴ്ചയും വിശുദ്ധഗ്രന്ഥ വായനകളെല്ലാം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് ദൈവം തൻ്റെ സാക്ഷികളായിട്ട്, തൻ്റെ സുവിശേഷ വാഹകരായിട്ട്, സന്ദേശവാഹകരായിട്ട് ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പലരെയും അയക്കുന്ന രംഗമാണ്. സുവിശേഷം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 9-ാം അധ്യായത്തിലെ അവസാന ഭാഗമാണല്ലോ. ഈശോ എന്താണ് ചെയ്തത് എന്ന് വിവരിച്ചതിന് ശേഷം 9-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ 35 മുതലുള്ള വാക്യങ്ങളിൽ അവിടുത്തെ ജീവിതം മുഴുവന്റെയും ഒരു സംഗ്രഹമുണ്ട്. ആദ്യം വിവരിക്കുന്നത് 27 മുതലുള്ള വാക്യങ്ങൾ വിവരിക്കുന്നത് ജെറീക്കോയിലെ 2 അന്ധന്മാര് ഈശോയില് ദാവീദിന്റെ പുത്രനെ തിരിച്ചറിഞ്ഞ് അവരുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് കാഴ്ച വീണ്ടെടുക്കുന്നതാണ്. അവർക്ക് കാഴ്ച വീണ്ടെടുക്കുന്നു എന്നതിന്റെ അർത്ഥം ദൈവശാസ്ത്രപരമായ അർത്ഥം, പ്രതീകാത്മകമായ അർത്ഥം, പ്രകാശമായ, ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ അവർ തിരിച്ചറിയുന്നു. ആ ഈശോയെ അവര് ഓർസലമിലേക്കുള്ള വഴിയിൽ അനുഗമിക്കുന്നുവെന്നാണ്. രണ്ടാമത്തെ അത്ഭുതം പിശാചുബാധിതനായ ഊമനെ സുഖപ്പെടുത്തുന്നതാണല്ലോ. ഈശോയുടെ ദൈവരാജ്യ സ്ഥാപിക്കലിന്റെ പ്രഘോഷണത്തിന്റെ ഭാഗമായിരുന്നു സാത്താനെ ബഹിഷ്കരിക്കുക എന്നുള്ളത്. കാരണം ആദി മാതാപിതാക്കന്മാരുടെ അനുസരണക്കേട് മുതൽ മനുഷ്യ ഹൃദയത്തിലും സമൂഹത്തിലും സാത്താൻ പുലർത്തിയിരുന്ന ആധിപത്യത്തിന് അവസാനം കുറിച്ച് അവനെ അവന്റെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കിയിട്ടാണ് ദൈവരാജ്യം സ്ഥാപിക്കേണ്ടിയിരുന്നത്. ദൈവം ഭരണം നടത്തണമെങ്കിൽ അവിടുന്ന് തിന്മയുടെ ശക്തിയെ നിർമാർജനം ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈശോ ആദ്യം ചെയ്ത പ്രവർത്തനങ്ങളിലെല്ലാം ആദ്യത്തേത് ബാധയൊഴിപ്പിക്കലുകളാണ്, പിശാചുക്കളെ പുറത്താക്കലാണ്. തിന്മയെ, സാത്താനെ പുറത്താക്കിയാൽ മാത്രമേ അവിടെ ദൈവത്തിന് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവം ആദ്യം ചെയ്യുന്നത് തിന്മയുടെ ശക്തിയെ, സാത്താനെ, പിശാചിനെ ബഹിഷ്കരിക്കുകയാണ്. അവന് സംസാരിക്കുവാനുള്ള ശക്തിയും ആ പിശാചുബാധിതനായ ഊമന് ഈശോ തിരികെ നൽകുന്നത് കാണുന്നുണ്ട്. നമ്മൾ നിരവധിയായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഈശോ ഇതുപോലെ പ്രവർത്തിച്ച സുവിശേഷങ്ങൾ വിവരിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഒരു സംഗ്രഹമാണ് 9-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ മത്തായി ശ്ലീഹ നൽകുന്നത്. അവൻ ഗ്രാമാന്തരങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു, സുവിശേഷം പ്രഘോഷിച്ചു, ദൈവരാജ്യത്തിന്റെ, സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗ്രാമങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ചു, ഗലീലയിലെയും തുടർന്നുള്ള പ്രദേശങ്ങളിലെയും എല്ലാം. ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ് അവിടുന്ന് പ്രഘോഷിച്ചത്. ആ ദൈവരാജ്യം പ്രഘോഷിച്ചതിന്റെ ഭാഗമായിട്ടായിരുന്നു രോഗികളെ സുഖപ്പെടുത്തിയതും പിശാചുബാധിതരെ ഒഴിപ്പിച്ചതും മരിച്ചവരെ ഉയർപ്പിച്ചതുമെല്ലാം. സ്വർഗത്തിൽ എങ്ങനെയായിരിക്കും, സ്വർഗരാജ്യത്തിൽ എങ്ങനെയായിരിക്കും എന്നതിന്റെ ഒരു മുന്നാസ്വാദനം യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നൽകുകയായിരുന്നു ഈശോ. ഇത്തരത്തിലുള്ള രോഗശാന്തികൾ നൽകിയപ്പോഴും, പിശാചുബാധിതരെ ഒഴിപ്പിച്ചപ്പോഴും, മരിച്ചവരെ ഉയർപ്പിച്ചപ്പോഴുമെല്ലാം സ്വർഗത്തിൽ അവിടെ രോഗമില്ല, വിശപ്പില്ല, മരണമില്ല. അതിന്റെ ഒരു മുന്നാസ്വാദനം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഈ അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ. അതുകൊണ്ടാണ് ഈശോയുടെ പ്രവർത്തനങ്ങളെ അടയാളങ്ങളിൽ നിന്ന് തന്നെ സുവിശേഷന്മാർ വിശേഷിപ്പിക്കുന്നത്. ഈ ദൈവിക മഹത്വത്തിന്റെ, സ്വർഗീയ അനുഭവത്തിന്റെ, സ്വർഗീയ ഭാഗ്യത്തിന്റെ മുന്നാസ്വാദനം അതിന്റെ അടയാളങ്ങളായിട്ടായിരുന്നു ഈശോ ചെയ്ത അടയാളങ്ങൾ, അത്ഭുതങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെയാണ് ഈശോ ഉയർപ്പിച്ചവർ, ലാസറായാലും നായ്മിലെ വിധവയുടെ മകനായാലും ജായിറൂസിന്റെ മകളായാലും എല്ലാം, അവരെല്ലാം സ്വാഭാവികമായ മരണത്തിന് വിധേയരായി. അവരാരും നിത്യം ജീവിച്ചില്ല ഈ ഭൂമിയിൽ. അപ്പോൾ നിത്യമായ ജീവിതത്തിലേക്ക് ഉയർപ്പിക്കുവാൻ കഴിവുള്ളവനാണ് ഈശോ. രോഗവും വിശപ്പുമെല്ലാം മാറ്റുവാൻ കഴിവുള്ളവനാണ്. സാത്താന്റെ മേൽ ആത്യന്തികമായ വിജയം നേടുന്നവനാണ് രക്ഷകനായ മിശിഹായായ ഈശോ എന്ന് ശിഷ്യന്മാർക്കും നമുക്കും ബോധ്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അവിടുന്ന് ഈ അടയാളങ്ങൾ പ്രവർത്തിച്ചത്. ഈ അടയാളങ്ങൾ എല്ലാം അവിടുന്ന് ദൈവരാജ്യം പ്രഘോഷിച്ചതിന്റെ, അവിടുത്തെ പ്രഘോഷണത്തിലൂടെ, വാക്കുകളിലൂടെ അവിടുന്ന് അറിയിച്ച ആ ദൈവരാജ്യ സുവിശേഷത്തിന്റെ, സ്വർഗരാജ്യ സുവിശേഷത്തിന്റെ പ്രകടമായ തെളിവുകളായിരുന്നതാനും. ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ ആദ്യഘട്ടം ഗലീലിലെ പ്രവർത്തനങ്ങളുടെ ചുരുക്കം പറയുന്നതോടൊപ്പം തന്നെ ഈശോയ്ക്ക് തന്നെ കേൾക്കുവാൻ വന്ന തന്റെ ചുറ്റും ഒന്നിച്ചുകൂടി ജനത്തോട് അനുകമ്പ തോന്നി. ഈ ജനത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് തോന്നിയത് ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ് അവിടത്തേക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് ഇവർക്ക് ഇടയന്മാരെ അയക്കുവാൻ, ഇടയന്മാരുടെ നാഥനായ കർത്താവിനോട്, പിതാവിനോട് പ്രാർത്ഥിക്കുമെന്ന് അവിടുന്ന് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. വേറൊരു ഉപമ കൂടി അവിടുന്ന് ഉപയോഗിക്കുന്നുണ്ടല്ലോ, വിളവധികം വേലക്കാരോ ചുരുക്കം. ഈ ആടുകളാണ്
ദൈവവചനം കേൾക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന, സത്യദൈവത്തെ അറിയുവാൻ വേണ്ടി അന്വേഷിക്കുന്ന സത്യാന്വേഷികളായ മനുഷ്യരെ കാണുമ്പോൾ അവരുടെ ആ ദാഹം, അന്തർദാഹം, ആത്മീയമായ ആ ദാഹം ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്, കനിവാണ് നമ്മൾ അവിടെ കാണുക. അവരുടെ മേൽ അനുകമ്പ തോന്നിയെന്ന് പറയുമ്പോൾ ഈ അനുകമ്പയിൽ നിന്നാണ്, ഈ കമ്പാഷനിൽ നിന്നാണ് 10-ാം അധ്യായത്തിൽ 9-ാം അധ്യായത്തിന് ശേഷം വരുന്ന ഭാഗത്ത് വിവരിക്കുന്ന ആ മിഷൻ വരുന്നത്. സ്ലീഹന്മാരെ 12 പേരെ അയക്കുന്ന രംഗമാണല്ലോ 10-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കാണുക. എന്തിനു വേണ്ടിയാണ് അയക്കുന്നത്? ഈശോ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ ചെയ്യുവാൻ വേണ്ടി, ഈശോ പ്രഘോഷിച്ച അതേ കാര്യം തന്നെ പ്രഘോഷിക്കുവാൻ വേണ്ടി. നിങ്ങൾ പോകുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നത് പ്രഘോഷിക്കുവിൻ, രോഗികളെ സുഖപ്പെടുത്തുവിൻ, പിശാചുകളെ പുറത്താക്കുവിൻ എന്ന് പറഞ്ഞ് ദൈവികമായ അധികാരവും നൽകിയാണ് അവിടുന്ന് അവരെ അയക്കുന്നത്, ഈശോയുടെ ദൗത്യം തുടർന്നുകൊണ്ട് പോകുവാൻ വേണ്ടി. ഈശോയ്ക്ക് അറിയാമായിരുന്നു അവിടുത്തെ ശാരീരികമായ അസ്തിത്വം ഈ ഭൂമിയിൽ 33 വർഷമാണ്, പരസ്യജീവിതം 3 വർഷമാണ്. ഇതിന് ശേഷവും തന്റെ ദൗത്യം ലോകാവസാനം വരെ തുടർന്നുകൊണ്ട് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി അവിടുന്ന് സ്ഥാപിച്ച സംവിധാനമാണ് സ്ലീഹന്മാരിൽ അടിസ്ഥിതമായ തിരുസഭ. ആ ശ്ലൈഹികമായ കൈവെപ്പിലൂടെ കൈമാറപ്പെടുന്ന ആ ശ്ലൈഹികമായ ശുശ്രൂഷ സഭയിൽ തുടരുന്നത്. മിശിഹ ആരംഭിച്ച ആ ദൈവരാജ്യ സ്ഥാപിക്കല്, പ്രഘോഷണം, അത് തുടർന്നുകൊണ്ട് പോവുക അവസാനം വരെ, ലോകാവസാനം വരെ. അതാണ് സ്ലീഹന്മാരിൽ അധിഷ്ഠിതമായ തിരുസഭയുടെ ദൗത്യം. ഈ സ്ലീഹാകാലത്തെ സഭയെ ഓർമ്മിപ്പിക്കുന്നതും തിരുസഭ സ്വയം ഓർമ്മിക്കുന്നതും ബോധ്യമുള്ളവളാകുന്നതുമെല്ലാം ഈ ദൗത്യത്തെക്കുറിച്ചാണ്. വെളിവിന്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ കർത്താവിൻ്റെതാണ് ഈ പദ്ധതി മുഴുവനും, രക്ഷാകര പദ്ധതി മുഴുവനും ദൈവത്തിൻ്റെതാണ്, ത്രിത്വിക ദൈവത്തിൻ്റെതാണ്. അവരൊന്നിച്ചാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള സത്യം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ വായനകളിലെല്ലാം നമ്മൾ കാണുന്നത്, ആദ്യ വായനയിൽ ലേവ്യരുടെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, മോശ അഹ്റോനെയും അഹ്റോന്റെ മക്കളെയും ഒക്കെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുന്നത്. അവരെ കഴുകി വിശുദ്ധീകരിച്ച് തിരുവസ്ത്രങ്ങൾ അണിയിച്ച് അവരെ അഭിഷേചിച്ച് ദൈവശുശ്രൂഷയ്ക്കായി മാറ്റി നിർത്തുകയാണ്. ഈ ഐക്യപ്പെടുന്നവര് എന്തിലേക്കായിരിക്കണം അവരുടെ ശ്രദ്ധ എന്ന് കാണിക്കുന്നതാണ്. അവർ പ്രഘോഷിക്കുന്നു, ദൈവരാജ്യം പ്രഘോഷിക്കുന്നു. പഴയ നിയമത്തിലാണെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം അറിയിക്കുന്നു, മോശയിലൂടെ ദൈവത്തിന്റെ കൽപ്പനകൾ നൽകപ്പെട്ടു. ഇതിന്റെ എല്ലാം ആത്യന്തിക ലക്ഷ്യം ദൈവാരാധനയിലേക്ക് മനുഷ്യരെ നയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അഹ്റോനും അവന്റെ മക്കളും പുരോഹിതരാണ്. ഈ പുരോഹിത ശുശ്രൂഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. സുവിശേഷ പ്രഘോഷണവും നയിക്കേണ്ടത് പുരോഹിത ശുശ്രൂഷയിലേക്കാണ്, ദൈവാരാധനയിലേക്കാണ്. ലോകം മുഴുവനും സത്യദൈവത്തെ അറിയുകയും അവിടുത്തെ സ്രഷ്ടാവും പരിപാലകനും ദൈവവും കർത്താവുമായിട്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന, ദൈവത്തിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്ന, അവിടത്തേക്ക് വിധേയരാകുന്ന ഒരു സമൂഹത്തിന് രൂപം കൊടുക്കുക എന്നുള്ളതായിരുന്നു എല്ലാ കാലത്തും ദൈവത്തിന്റെ പദ്ധതിയുടെ പ്രഘോഷണത്തിന് വേണ്ടി ആൾക്കാരെ അയക്കുമ്പോൾ, സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി അയക്കുമ്പോൾ അവിടുത്തെ പദ്ധതി അതായിരുന്നു. അതുകൊണ്ടാണല്ലോ റോമാക്കാർക്കുള്ള ലേഖനം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നില്ലേ, അദ്ദേഹത്തെ പോലെ സുവിശേഷ പ്രഘോഷണം നടത്തിയ, പ്രേക്ഷിത വേല നടത്തിയ വേറൊരാളില്ലല്ലോ. അദ്ദേഹം പറയുകയാണ്, ഞാൻ ചെയ്തത് ഈശോയുടെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയാണ് ചെയ്തത്. വിജാതീയരാകുന്ന ബലിവസ്തു ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി അവരെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ ഒരുക്കി ദൈവാരാധനയിലേക്ക് നയിച്ചുവെന്ന്. അതുതന്നെയാണ് ഏശയ്യായിക്കുണ്ടാകുന്ന ദർശനത്തിന്റെയും പശ്ചാത്തലം. ദേവാലയത്തിലാണ് ദർശനമുണ്ടാകുന്നത് ഏശയ്യായിക്ക്. സിംഹാസനത്തിലിരിക്കുന്ന കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പാടുന്ന മാലാഹ വൃന്ദം. ഈ സന്ദർഭത്തിലാണ് ഏശയ്യായിക്ക് തന്റെ അയോഗ്യതയെക്കുറിച്ച്, പാപാവസ്ഥയെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നത്. ഈ ഏശയ്യായുടെ ദർശനം നമ്മുടെ കുർബാനയിൽ ആരാധനാ സമൂഹം ഓശാന ഗീതം ആലപിക്കുമ്പോൾ കാർമികൻ താഴ്ന്ന സ്വരത്തിൽ ഈ ഏശയ്യായുടെ രംഗം പ്രാർത്ഥനയായി ചൊല്ലുന്നുണ്ട്. അപ്പോൾ ഈ തന്റെ അയോഗ്യതയെക്കുറിച്ച് ബോധവാനാകുന്ന ഏശയ്യായെയാണ് ബലിപീഠത്തിൽ നിന്ന് കുടലുകൊണ്ടെടുത്ത് ആ തീക്കട്ട കൊണ്ട് അതിന്റെ അധരങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് അവനെ ശുദ്ധീകരിക്കുന്നത്. അഹ്റോനെയും അഹ്റോന്റെ മക്കളെയും മോശ ശുദ്ധീകരിച്ചതുപോലെ, കഴുകി ശുദ്ധീകരിച്ചതുപോലെ ഇവിടെ ഇതാ ഏശയ്യ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാൻ വേണ്ടി, ദൈവത്തിന്റെ വക്താവാകുവാൻ വേണ്ടി, പ്രവാചനാകുവാൻ വേണ്ടി ഇതാ ഏശയ്യായെയും ദൈവം ശുദ്ധീകരിക്കുകയാണ് ബലിപീഠത്തിൽ നിന്ന് കുടലുകൊണ്ടെടുത്ത ഈ തീക്കട്ട കൊണ്ട്. ഈ തീക്കട്ട സൂചിപ്പിക്കുന്നത് പരിശുദ്ധ കുർബാനയെയാണ്. നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയെ തന്നെയാണെന്ന് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് നമുക്കറിയാം. അതുതന്നെ നമ്മുടെ ചില മാറി വരുന്ന പ്രാർത്ഥനകളിൽ പരിശുദ്ധ കുർബാനയെ തീക്കട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് നമുക്ക് ഓർമ്മയുള്ളതുമാണ്. ഇതേക്കുറിച്ച് തന്നെയാണ് പൗലോസ്ലീഹ പറയുന്നത്. മിശിഹ എന്നും വിളിക്കുന്നുണ്ട്. സ്ലീഹന്മാരെ അന്ന് അയച്ചു. തുടർന്ന് ഉത്ഥാനത്തിന് ശേഷം പൗലോസിനെ വിളിച്ചു, തന്റെ ശിഷ്യനായി, തന്റെ സാക്ഷിയായി അയച്ചു. അപ്പോൾ ഈ വിളിയുടെ എല്ലാം മാനദണ്ഡം എന്താണ്? ഭൗതികമായ ബാഹ്യമായ ഒരു മാനദണ്ഡവുമല്ല. ലോകദൃഷ്ടിയില്
ബുദ്ധിമാന്മാരെയും ശക്തരെയും കുലീനരെയും ഒക്കെ ലജ്ജിപ്പിക്കുവാൻ വേണ്ടി ഭോഷന്മാരെയാണ് ദൈവം തിരഞ്ഞെടുത്തതെന്നാണ് അവിടെ നമ്മൾ. ശക്തരെ ലജ്ജിപ്പിക്കുവാൻ വേണ്ടി അശക്തരായവരെ തിരഞ്ഞെടുക്കുന്നു. നിസ്സാരരെയും അവഗണിക്കപ്പെട്ടവരെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുക്കുന്നു. കാരണം അവിടുന്ന് സ്വയം ഇല്ലാതായവനാണ്. എല്ലാമായിരിക്കെ, സർവാധിപനായിരിക്കെ അവിടുന്ന് ശൂന്യവൽക്കരിച്ച് ദാസന്റെ രൂപം സ്വീകരിച്ചവനാണ്. ഈ തത്വം തന്നെയാണ് അവിടുത്തെ തിരഞ്ഞെടുപ്പിന്റെയും അടിസ്ഥാനം. അതുകൊണ്ടാണ് നമ്മെ അവിടുന്ന് വിളിച്ചിരിക്കുന്നത്. നിസ്സാരരും ദുർബലരുമായ നമ്മെ അവിടുന്ന് വിളിച്ച് നമ്മെ ശക്തിപ്പെടുത്തി അവിടുത്തെ സാക്ഷികളായിട്ട് അയക്കുകയാണ്. അവിടുത്തെ സുവിശേഷത്തിന്റെ സാക്ഷികളായിട്ട് അയക്കുകയാണ്. പരമപ്രധാനമായിട്ടുള്ള കാര്യം ഈശോയുടെ സുവിശേഷമാണ്. അതുകൊണ്ടാണ് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ജീവന്റെ ഉറവിടം മിശിഹായാണ്, ഈശോ മിശിഹായാണ്, അവിടുത്തെ സുവിശേഷമാണ്, അവിടുത്തെ ശക്തിയാണ് എന്ന് ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ അയക്കപ്പെടുകയാണ്. ഈശോയാൽ തന്നെ, ഈശോയുടെ ശിഷ്യന്മാരാല്, സ്ലീഹന്മാരാല്, അവരുടെ കയ്യൊപ്പ് വഴി അവരിലൂടെ ലഭിക്കുന്ന, അവരിലൂടെ കൈമാറപ്പെട്ട് ലഭിച്ച ആ വിശ്വാസത്തിലൂടെ, അവരിലൂടെ നമുക്ക് ലഭിച്ച മാമോദീസ എന്നും തുടർന്നുള്ള മറ്റു കൂദാശകളിലൂടെ എല്ലാം നമ്മളും ഈ കൃപയ്ക്ക് പാത്രീഭൂതരായിക്കൊണ്ട് നമ്മളും അയക്കപ്പെടുകയാണ് ഈ സുവിശേഷത്തിന്റെ സാക്ഷികളാകുവാൻ വേണ്ടി. ഈ സുവിശേഷ പ്രഘോഷണവും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം ഉന്മുഖമായിരിക്കേണ്ടത് സത്യദൈവത്തിലെ ആരാധനയിലേക്കാണ്, പരിശുദ്ധ കുർബാനയിലേക്കാണ് എന്നുള്ള സത്യവും നമ്മെ ഈ വായനകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുള്ളവരാകാം. ഇതിനനുസരിച്ച്, വിളിക്കനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.